ആലപ്പുഴ ചുങ്കത്ത് മാറ്റിസ്ഥാപിച്ച മദ്യശാല അനുമതിയില്ലാതെയെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭ അടച്ചുപൂട്ടിയത് ശരിവച്ച് ഹൈക്കോടതി ഉത്തരവ്. മദ്യശാലയുടെ പ്രവർത്തനത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ സമരത്തെ തുടർന്നാണ് പൂട്ടാൻ തീരുമാനിച്ചത്. മദ്യത്തിനും മദ്യശാലകൾക്കുമെതിരെ നിരവധി സമരങ്ങൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരം സമരങ്ങൾക്ക് എതിർപക്ഷമോ എതിർ ശബ്ദമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. മദ്യവിരുദ്ധ സമിതിയുടെ സംഘടിത ശക്തി അജയ്യരായി മുന്നേറുന്നതിനിടയിലാണ് മധ്യകേരളത്തിൽ നിന്നും അവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മദ്യത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലായിരുന്നു കുടിയന്മാരുടെ സംഘബോധം ഉണർന്നെഴുന്നേറ്റത്. കടുത്തുരുത്തി ടൗണിൽ പ്രവർത്തിച്ചിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സമീപ പ്രദേശമായ ആദിത്യപുരത്തേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചിരുന്നു. ഇവിടെ മദ്യശാലയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവർ സമരവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ മദ്യവിൽപ്പനശാല ഇവിടെ നിന്നും മാറ്റിയേക്കുമെന്ന ഘട്ടത്തിലാണ് പ്രദേശത്തെ അംഗീകൃത കുടിയന്മാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. മദ്യസേവാ സമിതി എന്ന പേരിലായിരുന്നു സംഘടനയുടെ പ്രതിഷേധം. കഞ്ചാവും വ്യാജമദ്യവും സുലഭമായ നാട്ടിൽ കുടിയന്മാരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ മദ്യശാല വേണമെന്നായിരുന്നു ഇവരുടെ ന്യായം. പണി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ അടിക്കാൻ നമുക്ക് താല്പര്യം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇത് നിരോധിക്കുന്നത് നമുക്ക് താല്പര്യമില്ല. ആദ്യം പോലീസും വലിയ ഗൗരവമായി എടുത്തില്ലെങ്കിലും മദ്യസേവാ സമിതിയുടെ അംഗബലം കണ്ടതോടെ 3 സ്റ്റേഷനുകളിൽ നിന്നായി കൂടുതൽ പോലീസും സ്ഥലത്തെത്തി. പാട്ടുപാടിയും ആർപ്പ് വിളിച്ചുമെത്തിയ പ്രകടനക്കാരുടെ പ്രതിഷേധം സമാധാനപൂർണ്ണമായിരുന്നതിനാൽ ഇവരുടെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തെ തുടർന്നാവും മദ്യസേവക്കാരുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രതിഷേധമുണ്ടായതെന്നാണ് പോലീസുകാരുടെ നിഗമനം. റിപ്പോർട്ടർ, കോട്ടയം.